മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കും CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടെന്നായിരുന്നു CPM ന്യായീകരണം. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണ ഉത്തരവിറക്കിയതോടെ CPM കടുത്ത പ്രതിരോധത്തിലായി. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ LDF കൺവീനർ നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ചും പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. എന്താ സോണിയാഗാന്ധിയുടെ നേരെ ഉയർന്നിട്ടുള്ള ആക്ഷേപം സംബന്ധിച്ച അന്വേഷണത്തിന്റെ റിപ്പോർട്ട്, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എവിടെ കിടക്കുന്നു? ഒന്ന് അന്വേഷിച്ചിട്ട് പറയൂ. അതിനുശേഷം VD സതീശൻ പ്രതികരിക്കട്ടെ. വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒറ്റ വാക്ക് മറുപടി മാത്രം. അല്ല, ഇതൊക്കെ നമ്മൾ കുറെ കണ്ടല്ലേ, ബാക്കി ലീഡർഷിപ്പ് പറയും, കുറെ കണ്ടതാണല്ലോ. ഇപ്പൊ ഇലക്ഷൻ വരുന്നുണ്ടല്ലോ. AK ബാലനും ഒഴിഞ്ഞുമാറി. എന്നാൽ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ രാഷ്ട്രീയ ആയുധമായി അന്വേഷണ ഉത്തരവ്. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. ഈ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലെ അവസാനിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങൾ സംശയിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും മകളാണെങ്കിലും നിയമം എല്ലാവർക്കും ബാധകമാണ്. കേന്ദ്ര അന്വേഷണത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുചോദ്യമുയർത്തി മന്ത്രി P. രാജീവ്. കൊടനാടൻ പറഞ്ഞൊരു കാര്യത്തിന് ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അവിടെ മണൽ, ഇത് അയ്യാരി കൊടുക്കുന്ന മണൽ ഇത് കൊടുത്തിട്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചില വാദമുഖങ്ങൾ നടത്തിയല്ലോ. അതിന് ഞങ്ങൾ അതിന് ശേഷം ചില കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളിപ്പോൾ അയാൾ പറഞ്ഞ കേട്ടിട്ട് എൻ്റെ അടുത്ത് വരുന്ന പോലെ ഞങ്ങളെല്ലാം പറഞ്ഞതിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടി ആയിട്ട് പോവാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെ നടക്കുന്ന കേന്ദ്ര അന്വേഷണം CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.